ഹായ്, സി എ ഫൗണ്ടേഷൻ്റെ പേപ്പർ 4 ആയ ബിസിനസ് എക്കണോമിക്സിൻ്റെ ചാപ്റ്റർ 2 തിയറി ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അതിൽ നമ്മൾ ഇന്ന് ക്രോസ് പ്രൈസ് എലാസിറ്റി ഓഫ് ഡിമാൻഡ് ആണ് നോക്കാൻ പോകുന്നത്. പ്രൈസ് എലാസിറ്റി ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ എലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് വെച്ചാൽ എന്താ നമ്മൾ നോക്കിയതായിരുന്നു. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ എങ്ങനെ പറയാം, ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ഉണ്ടാകുന്ന റെസ്പോൺസ് എപ്പോഴാണ് റെസ്പോൺസ് ഉണ്ടാകണേ, അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡിന് ഉണ്ടാകുന്ന ചേഞ്ച് കാരണം ആ പ്രോഡക്റ്റിൻ്റെ തന്നെ ഡിമാൻഡ് ഉണ്ടാകുന്ന റെസ്പോൺസിനെയാണ് എന്തെന്ന് പറയുന്നത്, എലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ക്രോസ് പ്രൈസ് എലാസിറ്റി ഓഫ് ഡിമാൻഡ് ആണ് നോക്കുന്നത്, അല്ലെങ്കിൽ ക്രോസ് എലാസിറ്റി ഓഫ് ഡിമാൻഡ്. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ആൻഡ് ഡിമാൻഡ്. ഈ ക്രോസ് എലാസിറ്റി എന്ന് വെച്ചാൽ എന്താ, സിമ്പിളായിട്ട് നോക്കാം. ദ ഡിമാൻഡ് ഫോർ എ പർട്ടിക്കുലർ കമ്മോഡിറ്റി മേ ചേഞ്ച്. ഒരു കമ്മോഡിറ്റി അല്ലെങ്കിൽ ഒരു ഗുഡിൻ്റെ ഡിമാൻഡ് എപ്പോഴാണ് ചേഞ്ച് ചെയ്യണമെന്ന് നോക്കാം. ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് എ റിലേറ്റഡ് ഗുഡ്സ്. അതായത് ഒരു ഗുഡ് എക്സ് എന്നൊരു ഗുഡുണ്ട്, ആ ഗുഡിൻ്റെ ഡിമാൻഡ് ചേഞ്ച് ചെയ്യും. നമ്മൾ എലാസിറ്റിയിൽ തന്നെ നോക്കുന്ന ഒരു പോയിന്റ് എന്താ, ഒരു ഗുഡിൻ്റെ ഡിമാൻഡ് ചേഞ്ച് ചെയ്യും. പ്രൈസ് എലാസിറ്റി ആണെങ്കിൽ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ഡിമാൻഡ് ചേഞ്ച് ചെയ്യും. ഇൻകം എലാസിറ്റി ആണെങ്കിൽ ഇൻകം ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ഡിമാൻഡ് ചേഞ്ച് ചെയ്യും. ക്രോസ് എലാസിറ്റി എന്ന് വെച്ചാൽ ഈ എക്സ് എന്ന കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് ചേഞ്ച് ചെയ്യും. എപ്പോഴാന്ന് വെച്ചാൽ റിലേറ്റഡ് ഗുഡ്സിൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ. റിലേറ്റഡ് ഗുഡ്സ് എന്ന് വെച്ചാൽ ഏതാ, കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആകാം, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആകാം. അതാണ് ഇവിടെ പറയുന്നത്. ഡിമാൻഡ് ഫോർ എ പർട്ടിക്കുലർ ഗുഡ്സ്, പർട്ടിക്കുലർ കമ്മോഡിറ്റി മേ ചേഞ്ച് ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. റിലേറ്റഡ് ഗുഡ്സ് എന്ന് വെച്ചാൽ കോംപ്ലിമെൻ്ററി അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട്. നമ്മൾ ഈ കോംപ്ലിമെൻ്ററി ഗുഡ്സ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ഈ ചാപ്റ്ററിൻ്റെ ബിഗിനിങ്ങിൽ നോക്കിയതായിരുന്നു. ഓക്കെ അല്ലേ? അതിൽ വേറെ എന്താ പറയുന്നത്, അതാണ് ക്രോസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ക്രോസ് ഡിമാൻഡ് റെഫേഴ്സ് ടു ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി ഓർ സർവീസ് വിച്ച് വിൽ ബി പർച്ചേസ് വിത്ത് റെഫറൻസ് ടു ചേഞ്ച് ഇൻ ദ പ്രൈസ് നോട്ട് ഓഫ് ദ പർട്ടിക്കുലർ കമ്മോഡിറ്റി ബട്ട് ഓഫ് ദ ഇന്റർ റിലേറ്റഡ് കമ്മോഡിറ്റീസ്. ഇതിലെന്താ പറയുന്നത്, ക്രോസ് ഡിമാൻഡ് എന്ന് പറയുവാണെങ്കിൽ, ക്രോസ് ഡിമാൻഡ് എന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റിൻ്റെ കമ്മോഡിറ്റി, ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി ഓർ സർവീസ്, ഗുഡ്സ് ഓർ സർവീസ് ആണ് ഇവിടെ പറയുന്നത്, വിച്ച് വിൽ ബി പർച്ചേസ് വിത്ത് റെഫറൻസ് ടു ദ ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. വേറെ ഒരു ഗുഡ്സിൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ഈ ഗുഡ്സിൻ്റെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നതാണ് ക്രോസ് എലാസിറ്റി അല്ലെങ്കിൽ ക്രോസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. അതർ തിങ്സ് റിമെയിൻ സെയിം. ഇതിൽ മെയിനായിട്ട് പറയുന്ന ഒരു ഫാക്ടറാണ് അതർ തിങ്സ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. അത് നമ്മൾ എപ്പോഴും നോക്കുന്ന ഫാക്ടറാണ്. ഇതിൽ അതർ തിങ്സ് എന്ന് വെച്ചാൽ ഏതാണ്, മെയിനായിട്ട് പറയുന്ന ഫാക്ടറാണ് ഇൻകവും അതേപോലെ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റിയും. അടുത്ത് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് ആൻഡ് ഡിമാൻഡ്. നമ്മളിവിടെ നോക്കിയതായിരുന്നു എന്താ, കോംപ്ലിമെൻ്ററി ഗുഡ്സും അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും. രണ്ട് തരത്തിലുള്ള ഗുഡ്സ് ഉണ്ട്. അതിൽ രണ്ടിലുണ്ടാകുന്ന ചേഞ്ചാണ് ഒരു ഗുഡ്സിൻ്റെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യണമെന്ന് നോക്കി. ആ രണ്ട് ഗുഡ്സാണ്, ഫസ്റ്റ് ഗുഡ്സ് ഏതാ, ഫസ്റ്റ് ഗുഡാണ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ്. അതിലുണ്ടാകുന്ന പ്രൈസിൻ്റെ ചേഞ്ച് ഡിമാൻഡിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് നോക്കാം. ഇൻ കേസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് കമ്മോഡിറ്റി, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെ കേസ് ഏതാ, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെ എക്സാമ്പിൾ എന്നാ, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് വെച്ചാൽ ടീ, കോഫി, പെപ്സി, കോക്കോകോള, അങ്ങനത്തെ കേസാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. ഓക്കെ അല്ലേ? ദ ക്രോസ് ഡിമാൻഡ് കർവ് സ്ലോപ്പ് അപ്വേർഡ്സ്. സോ ഇത് നോട്ട് ചെയ്ത് വെച്ചോ. എന്താ ഇതിൽ പറയുന്നത്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെ കേസിൽ ക്രോസ് എലാസിറ്റി അല്ലെങ്കിൽ ക്രോസ് ഡിമാൻഡ് എങ്ങനെയായിരിക്കും, ഡിമാൻഡ് കർവ് അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. ഓക്കെ ആണോ? അതിൻ്റെ റീസൺ നമ്മളിപ്പോൾ നോക്കാം. ഷോയിങ് ദാറ്റ് മോർ ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി വിൽ ബി ഡിമാൻഡഡ് വെൻ ദെയർ ഈസ് എ റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് കമ്മോഡിറ്റി. ഇതിൻ്റെ മീനിങ് എന്താ, ഒരു ഡിമാൻഡ് എപ്പോഴാണ് ഒരു പ്രോഡക്റ്റിൻ്റെ ഇൻക്രീസ് ചെയ്യുന്നത്, വിൽ ബി ഡിമാൻഡഡ് വെൻ ദെയർ ഇസ് എ റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് കമ്മോഡിറ്റി. ഇത് നമ്മൾ എക്സാമ്പിളായിട്ട് നോക്കാം. ടീ ഉണ്ട്, അതേപോലെ കോഫി ഉണ്ട്. ഓക്കെ അല്ലേ? ടീയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു. ടീയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ടീ 10 രൂപയുടെ ചായ 20 രൂപയ്ക്ക് വിൽക്കാൻ തുടങ്ങി. പക്ഷേ കോഫി ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. കോഫി 10 രൂപയാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യും, കോഫിയുടെ ഡിമാൻഡ് കൂടും, കോഫി മേടിക്കാൻ തുടങ്ങില്ലേ. അതാണ് പറയുന്നത്, ടീയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ കോഫിയുടെ എന്ത് ചെയ്യും, ഡിമാൻഡ് കൂടും. ഇത് രണ്ടും തന്നെ പോസിറ്റീവ് റിലേഷൻ ആണ്, ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ്. അതുകൊണ്ടാണ് അപ്വേർഡ് റിലേഷൻ. ഓക്കെ അല്ലേ? അപ്വേർഡ് സ്ലോ. അതാണ് പ്രൈസ് P1 ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ മെയിനായിട്ട് പറയുന്നത്, ഇവിടെ എന്താ പറയുന്നത്, പ്രൈസ് ഓഫ് എ കോഫി വൈ ആക്സിസിൽ, ഇവിടെ ക്വാണ്ടിറ്റി ഓഫ് എ ടീ. പ്രൈസും ഇവിടെ പ്രൈസാണ്, ഇവിടെ ക്വാണ്ടിറ്റിയാണ്. രണ്ടും മാറിപ്പോകരുത്. രണ്ടും പ്രൈസ് അല്ല, പ്രൈസും ക്വാണ്ടിറ്റിയുമാണ്. ഓക്കെ അല്ലേ? പ്രൈസ് P1 ഇതായിരുന്നു, എന്താ, കോഫിയുടെ പ്രൈസ് ആയിരുന്നു ഇത് ടീയുടെ ഡിമാൻഡ്. കോഫിയുടെ പ്രൈസ് ആയിരിക്കുമ്പോൾ ഇതായിരുന്നു ടീയുടെ ഡിമാൻഡ്. കോഫിയുടെ പ്രൈസ് കുറഞ്ഞപ്പോൾ എന്ത് ചെയ്യും, കോഫിയുടെ പ്രൈസ് കുറഞ്ഞപ്പോൾ എല്ലാവരും കോഫിയല്ലേ കൺസ്യൂം ചെയ്യാൻ തുടങ്ങുള്ളൂ. അതായത് നമ്മൾ ഇവിടെ നോക്കി എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ ടീയുടെ പ്രൈസ് കൂടുതലായിരുന്നു, കോഫിയുടെ പ്രൈസ് മാറിയില്ല. ടീയുടെ പ്രൈസ് കൂടിയപ്പോൾ എന്ത് ചെയ്തു, കോഫിയുടെ ഡിമാൻഡ് കൂടി. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. പ്രൈസ് ഇതായിരുന്നു കോഫിയുടെ പ്രൈസ്, ഫസ്റ്റ് പ്രൈസ്.
T2 അത് ഡിക്രീസ് ചെയ്തു. പ്രൈസ് കുറഞ്ഞപ്പോൾ, കോഫിയുടെ പ്രൈസ് കുറഞ്ഞപ്പോൾ ടീയുടെ എന്ത് ചെയ്തു, ടീയുടെ ഡിമാൻഡ് കുറഞ്ഞു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ടീയുടെ ഡിമാൻഡ് ഇവിടെ ഡിക്രീസ് ചെയ്തു. ഓക്കെ അല്ലേ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ കേസിൽ പറയുന്നത്. അത് ഈ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്, ടീ കോഫിയുടെ കേസ്. ഓക്കെ അല്ലേ, ഇത് ഓർത്ത് വെക്കേണ്ട കേസ് അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ, കാരണം ഡയറക്റ്റ് റിലേഷൻഷിപ്പ്. ഓക്കെ അല്ലേ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കോംപ്ലിമെൻ്ററി ഗുഡ്സ്. നമ്മളിത് ഓൾറെഡി നോക്കിയതാണ്. കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ എക്സാമ്പിൾ നമ്മൾ നോക്കാം. എന്താ പറയുക, കാറ്, പെട്രോള്, ഇലക്ട്രിസിറ്റി ഗാജറ്റ്, അതേപോലെ ബ്രെഡ്, ബട്ടർ, ഇങ്ങനത്തെ കേസൊക്കെ അല്ലേ. അതേപോലെ പ്രിൻ്റർ, അതിൻ്റെ ഇങ്ക് കാർട്ടേജ്, ഇങ്ക് പെന്ന്, അതേപോലെ ഇങ്ക്, അങ്ങനത്തെ കേസാണ് ഒന്നിച്ച് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നതാണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്. അതിൻ്റെയാണ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മളിപ്പോൾ ഫസ്റ്റ് നോക്കിയത് പോസിറ്റീവ് ആയിരുന്നു, അപ്വേർഡ് റിയാക്ഷൻ ആയിരുന്നു. അതേപോലെ ഡിമാൻഡ് കർവിന് ഇതിൽ പറയുന്നത് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ്, അല്ലെങ്കിൽ എന്നാൽ നെഗറ്റീവ് സ്ലോപ്പാണ് ഇവിടെ പറയുന്നത്. ഓക്കെ അല്ലേ. ഇൻക്രീസ് ഇൻ ദ ഡിമാൻഡ് ഫോർ സോളാർ പാനൽസ് വിൽ നെസസറിലി ഇൻക്രീസ് ദ ഡിമാൻഡ് ഫോർ ബാറ്ററീസ്. അതായത് സോളാർ പാനൽ നമ്മൾ കൺസംഷൻ ചെയ്യുവാണെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ ബാറ്ററിയും കൺസംഷൻ ചെയ്യുമല്ലോ, കാരണം ഇത് കോംപ്ലിമെൻ്ററി ഗുഡ്സാണ്. അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ പറയുന്നത് എന്താ, വെന്നെവർ ദർ ഇസ് എ ഫോൾ ഇൻ ദ ഡിമാൻഡ് ഫോർ സോളാർ പാനൽസ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ദ പ്രൈസസ്, റൈസ് ഇൻ പ്രൈസ്. സോളാർ പാനലിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോൾ എന്ത് ചെയ്യും, ബാറ്ററിയുടെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇത് ഇൻവേഴ്സ് റിലേഷൻ ആണ്. നമ്മൾ വേറെ എക്സാമ്പിൾ വെച്ച് നോക്കാം. എന്താ നോക്കാം, പെന്നും അതേപോലെ അതിൻ്റെ ഇങ്കും നോക്കാം. പെന്നിൻ്റെ പ്രൈസ് കൂടി, എന്ത് ചെയ്തു, പെന്നിൻ്റെ പ്രൈസ് കൂടി. ഇങ്കിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യും, ഇങ്കിൻ്റെ ഡിമാൻഡ് കുറയും. അതാണ് പറയുന്നത്. അത് ഇൻവേഴ്സ്ലി റിലേറ്റഡ് അല്ലേ ഇവിടെ. പെന്നിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോൾ ഇങ്കിൻ്റെ എന്ത് ചെയ്തു, ഡിമാൻഡ് കുറഞ്ഞു. ഓക്കെ ആണോ. വേറെ എക്സാമ്പിൾ നമ്മൾ എന്ത് നോക്കാം, കാർ, ഓട്ടോമൊബൈൽസ് അല്ലെങ്കിൽ വെഹിക്കിൾസിൻ്റെ ഒക്കെ അത് നോക്കുമ്പോൾ കാറിൻ്റെ പ്രൈസ് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. അപ്പോൾ നമുക്ക് പെട്രോളിൻ്റെ പ്രൈസോ അല്ലെങ്കിൽ പെട്രോളിൻ്റെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. പ്രൈസും ഡിമാൻഡും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. ഇതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇവിടെ എന്താ പറയുന്നത്, പ്രൈസ് ഓഫ് സോളാർ പാനൽസ്, പ്രൈസ് ഇവിടെ ക്വാണ്ടിറ്റി. ഓക്കെ ആണോ, മാറിപ്പോകരുത്. പ്രൈസ് y ആക്സിസിലും ക്വാണ്ടിറ്റി x ആക്സിസിലും ബാറ്ററിയുടെ കേസിൽ. ഓക്കെ അല്ലേ. പ്രൈസ് P1 ഇരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും, പ്രൈസ് ഓഫ് സോളാർ പാനൽസ് ഇവിടെ ഈ പോയിന്റിൽ ഇരിക്കുമ്പോൾ പ്രൈസ് എങ്ങനെയായിരുന്നു, പ്രൈസ് ഇത്രയായിരിക്കുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് ബാറ്ററിയുടെ ഇത്ര മേടിച്ചുകൊണ്ടിരുന്നു. അതേ സമയത്ത് സോളാർ പാനലിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു. P1 നിന്ന് P2 ഇൻക്രീസ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ബാറ്ററിയുടെ ഡിമാൻഡ് എന്ത് ചെയ്തു, ഡിമാൻഡ് കുറഞ്ഞു. മനസ്സിലായോ. അതായത് പ്രൈസ് കൂടി, ഡിമാൻഡ് കുറഞ്ഞു. നമ്മൾ ഫസ്റ്റ് സിറ്റുവേഷൻ നോക്കാം. ഈ സിറ്റുവേഷനിൽ എന്താ പറഞ്ഞത്, പ്രൈസ് ഇവിടെ ആയിരുന്നു, പ്രൈസ് കുറഞ്ഞു. ഓക്കെ ആണോ, പ്രൈസ് കുറഞ്ഞു, പ്രൈസ് ഡൗൺവേർഡ് സ്ലോപ്പ് ആയിരുന്നു. ഡിമാൻഡും നെഗറ്റീവാണ്, ഡിമാൻഡും കുറഞ്ഞു. അതായത് ടീയുടെ പ്രൈസ് കൂടിയപ്പോൾ കോഫിയുടെ ഡിമാൻഡ് കൂടി, ടീയുടെ പ്രൈസ് കുറഞ്ഞാൽ കോഫിയുടെ ഡിമാൻഡ് കുറയും. അതാണ് ഇവിടെ പറയുന്നത്. പ്രൈസ് ഓഫ് എ കോഫിയുടെ പ്രൈസ് കുറഞ്ഞാൽ ടീയുടെ ഡിമാൻഡ് കുറയും. രണ്ടും പോസിറ്റീവ് അല്ലേ, രണ്ടും ഒരേ ഡയറക്ഷൻ അല്ലേ, പ്രൈസും ഡിമാൻഡും. ഇവിടെ വരുമ്പോൾ നേരെ തിരിച്ചായിരിക്കും. പ്രൈസ് ഒരു പ്രോഡക്റ്റിന് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ കോംപ്ലിമെൻ്റ് എന്ത് ചെയ്യും, അതിൻ്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയിരിക്കും. പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോൾ ഡിമാൻഡ് അതിൻ്റെ കുറയും. കാറിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു, ആരും കാറ് മേടിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പെട്രോളിൻ്റെ ഡിമാൻഡോ, ഇത് ഡിമാൻഡാണോ, ഇത് ഡിമാൻഡാട്ടോ, ഇത് ഡിമാൻഡും ഇത് പ്രൈസും. ഓക്കെ അല്ലേ. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പെട്രോളിൻ്റെ ഡിമാൻഡ് കുറയും. അതാണ് ഇവിടെ പറയുന്നത്. രണ്ട് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്, അത്രേ ഉള്ളൂ. അതാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. എഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ വൺ ഗുഡ്സ് പ്രൈസ് ഓൺ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ദ അതർ ഗുഡ്സ്. ക്രോസ് പ്രൈസ് എലാസ്റ്റിറ്റിയിലെ മെയിനായിട്ട് പറയുന്നത് ഇവിടെ. അതായത് ഒരു ഗുഡ്സിൻ്റെ ഡിമാൻഡ് ചേഞ്ച് ചെയ്യും. എപ്പോഴാണ് ചേഞ്ച് ചെയ്യണത്, വേറൊരു റിലേറ്റഡ് ഗുഡ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ആകാം, കോംപ്ലിമെൻ്ററി ആകാം. അതിൻ്റെ പ്രൈസ്, ആ ഗുഡിൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്യും. ഓക്കെ അല്ലേ, മനസ്സിലായില്ലേ. ഇത് സിമ്പിളാണ്, ഇത്ര നോക്കിയാൽ മതി. ഇതിൽ മെയിനായിട്ട് നോക്കാനുള്ളത് ഇത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, അത് ഓർത്ത് വെച്ചോ. സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ അപ്വേർഡ് സ്ലോപ്പും പോസിറ്റീവാണ്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് എ ഗുഡ്. ഇവിടെ നോക്കുക, ഗുഡ് എക്സ് ആണ് ഇവിടെ ഗുഡ് വൈ. ഓക്കെ അല്ലേ. രണ്ടും ഡിഫറെൻറ്റ് ഗുഡ്സ് ആണ്. പ്രൈസ് എലാസ്റ്റിറ്റിയിൽ നമ്മൾ നോക്കിയത് പ്രീവിയസ് വീഡിയോയിൽ നോക്കിയതാണ്. അത് രണ്ടും സെയിം ഗുഡ്സ് ആണ്. അതിൻ്റെ പ്രൈസ്, അതിൻ്റെ തന്നെ ഡിമാൻഡ്. ഇവിടെ പ്രൈസ് റിലേറ്റഡ് ഗുഡ്സ്, വേറെ ഗുഡ്സിൻ്റെയാണ്, ഡിമാൻഡാണ് മെയിനായിട്ട് പറയുന്നത് ക്രോസ് എലാസ്റ്റിറ്റിയിൽ. ഓക്കെ അല്ലേ. പിന്നെ പറയുന്നത് എന്താ, മാത്തമാറ്റിക്കൽ റിലേഷൻ. ഇത് നമ്മൾ ഓൾറെഡി നോക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഇവിടെ ഒരു ചെറിയതുണ്ട്, ഇവിടെ മൾട്ടിപ്ലൈ ആണ്. ഇതിനെ വേറൊരു ഫോർമാറ്റിൽ എഴുതുന്നതാണിത്. നമ്മളിത് പ്രോബ്ലത്തിൽ നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഓക്കെ അല്ലേ. ഇത് നമ്മൾ പ്രോബ്ലം വെച്ചിട്ട് ക്ലിയർ ആയിട്ട് നോക്കാം. ഇൻ കേസ് ഓഫ് ക്രോസ് പ്രൈസ് എലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്, ദ സൈൻ പ്ലസ് ഓർ മൈനസ്
ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നോട്ട് ചെയ്ത് വെച്ചു. ഏത് എലാസിറ്റിയിലാണ് പ്ലസ് ഓർ മൈനസ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഇമ്പോർട്ടൻറ്റ്, സൈൻ ഇമ്പോർട്ടൻറ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ ക്രോസ് പ്രൈസ് എലാസിറ്റി. ഓക്കെ അല്ലേ? ഇറ്റ് ടെല്ലസ് വെദർ ദ ടു ഗുഡ്സ് ആർ കോംപ്ലിമെന്റ്സ് ഓർ സബ്സ്റ്റിറ്റ്യൂട്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് വെച്ചാൽ എങ്ങനെ ഇരിക്കും? പോസിറ്റീവ് അല്ലേ, അപ്വേർഡ് സ്ലോപ്പ്. പക്ഷേ കോംപ്ലിമെന്റ്സിന്റെ കേസിലോ നെഗറ്റീവ് ആണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വെൻ ടു ഗുഡ്സ് എക്സ് ആൻഡ് വൈ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ക്രോസ് പ്രൈസ് എലാസിറ്റി നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? അപ്വേർഡ് സ്ലോപ്പ് ആണ്, പോസിറ്റീവ് ആണ്. ഓക്കെ അല്ലേ? റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് വൈ ഇൻക്രീസ് ദ ഡിമാൻഡ് ഫോർ എക്സ്. ഒരു പ്രോഡക്റ്റിൻ്റെ വൈ എന്ന ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ എക്സിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യില്ലേ? ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യില്ലേ? കാരണം എന്നാ? സബ്സ്റ്റിറ്റ്യൂട്ട്. ടീയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കോഫിയുടെ ഡിമാൻഡ് കൂടും നമ്മൾ പറഞ്ഞല്ലേ? അതുകൊണ്ടാണ് റൈറ്റ് വേർഡ് ഷിഫ്റ്റ്. ഇത് ഷിഫ്റ്റിൻ്റെ കേസാണ് പറയുന്നത്. ഓക്കെ ആണോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഫ് ടു ഗുഡ്സ് ആർ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. ഈ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിൽ പറയുന്ന മെയിൻ ആയിട്ട് കേസ് എവിടെ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരിക്കുമ്പോൾ നമ്മുടെ ക്രോസ് എലാസിറ്റി വാല്യൂ എന്തായിരിക്കും നോക്കാം. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരിക്കുമ്പോൾ ക്രോസ് എലാസിറ്റി ഇൻഫിനിറ്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഇത് നോട്ട് ചെയ്ത് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലിരുന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ കുറേ ചാൻസ് ഉണ്ട്. ഓക്കെ ആണോ? അതായത് ഇഫ് ടു ഗുഡ്സ് ആർ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിൻ്റെ എക്സാമ്പിൾ എന്നാ? പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് വെച്ചാൽ നമുക്കറിയാം ടീ, കോഫി, പെപ്സി, കൊക്കോള അങ്ങനത്തെ കേസ്. പക്ഷേ ഈ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് വെച്ചാൽ സോൾട്ട്, ഉപ്പിൻ്റെ കേസ് എടുക്കാം. ഉപ്പിൻ്റെ കേസിൽ ഉപ്പിൻ്റെ ഡിഫറെൻറ്റ് ബ്രാൻഡ് ഉണ്ടല്ലോ. അതായത് ഫോർ എക്സാമ്പിൾ എങ്ങനെ പറയാം? ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് ഓഫ് സോൾട്ടിൻ്റെ ഒരു ബ്രാൻഡ് വേറെ ഒരു ബ്രാൻഡ്, അത് രണ്ടും പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. ഒത്തിരി ചേഞ്ച് ചെയ്യുന്നില്ലല്ലോ, അതാണ് പറയുന്നത് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ കേസിൽ. ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലോ പോസിറ്റീവ് ആൻഡ് ലാർജ്. ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ കേസ് എന്നാ? നമ്മളിപ്പോൾ നോക്കിയ പോലെ കൊക്കോള, പെപ്സി ആ കേസാണ് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്. അതിൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും? എലാസിറ്റി പോസിറ്റീവ് ആയിരിക്കും, പക്ഷേ ലാർജ് ആയിരിക്കും. ഇഫ് ടു ഗുഡ്സ് ആർ നോട്ട് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്, പോസിറ്റീവ് ആൻഡ് സ്മോൾ, നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്. ഇത് നോട്ട് ഒത്തിരി ക്ലോസ് ഇല്ല, അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ പോസിറ്റീവ് അതേപോലെ സ്മോൾ ആയിരിക്കും. അൺറിലേറ്റഡ് സിറ്റുവേഷൻ വരുവാണെങ്കിൽ സീറോ. അൺറിലേറ്റഡ് ആയി മാത്രമായിരിക്കും സീറോ തന്നെ. ഓക്കെ അല്ലേ? ഇപ്പം നമ്മൾ ഫസ്റ്റ് ഇവിടെ നോക്കിയത് ഈ പോർഷനിൽ നമ്മൾ നോക്കിയത് എന്താണെന്ന് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ കേസ്. ഈ പോർഷനിൽ നമ്മൾ നോക്കിയത് സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ കേസാണ് നോക്കിയത്. ഇപ്പം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ കേസിലാണ് പറയുന്നത് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് കോംപ്ലിമെൻ്റ് ഉണ്ടല്ലോ, കോംപ്ലിമെൻ്റ് കേസ് നമ്മൾ നോക്കാം. കോംപ്ലിമെൻ്ററിയുടെ കേസിൽ വെൻ ടു ഗുഡ്സ് ആർ കോംപ്ലിമെൻ്ററി ഗുഡ്സ്, അപ്പോൾ എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതെന്താ കാരണം? ഇൻവേഴ്സ് റിലേറ്റഡ് ആണ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് അല്ലേ? അതാണ് മെയിനായിട്ട് പറയുന്നത്. റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് വൺ ലീഡ്സ് ടു ദ ഫോൾ ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ്. പെട്രോളിൻ്റെ അല്ലെങ്കിൽ കാറിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? പെട്രോളിൻ്റെ ഡിമാൻഡ് കുറയും. അതാണ് ഇൻവേഴ്സ് റിലേറ്റഡ്. ആൻഡ് അതർ കോസ് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ്. സോ അതും ഓർത്ത് വെച്ചോ, ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റിൻ്റെ കേസും. ഇഫ് ദ ക്രോസ് പ്രൈസ് എലാസിറ്റി ഈസ് ഓൺലി സ്ലൈറ്റ് ബിലോ സീറോ, ഓൺലി ഇത് നോട്ട് ചെയ്ത് വെച്ചോ, ഓൺലി സ്ലൈറ്റ് ബിലോ സീറോ ദേ ആർ വീക്ക് കോംപ്ലിമെന്റ്സ്. ജസ്റ്റ് ഒരു ഐഡിയക്ക് നോട്ട് ചെയ്ത് വെച്ചോ, ഓൺലി സ്ലൈറ്റ് ബിലോ സീറോ. അതിൻ്റെ വേറെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയുവാണെങ്കിൽ കോഫി ഷുഗർ, അതൊരു എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ പറയാം. കോഫി ഷുഗർ എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കോഫിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു, അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കോംപ്ലിമെന്റ്സ് ആയതുകൊണ്ട് കോഫിയും ഷുഗറും കോംപ്ലിമെന്റ്സ് ഇല്ല, ഒന്നിച്ചല്ലേ കൺസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ. ആ രീതിയിൽ പറയുവാണെങ്കിൽ കോഫിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഷുഗറിൻ്റെ ഡിമാൻഡ് ഒത്തിരി കുറയുമോ? ഇല്ലല്ലോ. ഷുഗർ നമ്മൾ കൺസംഷൻ യൂസ് ചെയ്യും, പക്ഷേ മേ ബി ചെറുതായിട്ട് കുറയാൻ ചാൻസ് ഉള്ളൂ. അതാണ് സ്ലൈറ്റ്ലി ബിലോ സീറോ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇഫ് ഇറ്റ് ഈസ് നെഗറ്റീവ് ആൻഡ് വെരി ഹൈ, നെഗറ്റീവ് വെരി ഹൈ ആണെങ്കിൽ ദേ ആർ സ്ട്രോങ് കോംപ്ലിമെന്റ്സ്. നെഗറ്റീവ് ആൻഡ് വെരി ഹൈ എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഫോൺ കേസ് എടുക്കുവാണെങ്കിൽ അത് മേ ബി പറയാം, ഫോൺ നമ്മൾ മേടിക്കുവാണ്, ഫോണിൻ്റെ പ്രൈസ് കൂടുവാണെങ്കിൽ മേ ബി ആ ഫോൺ കേസും അതിൻ്റെ നമ്പേഴ്സ് ഓഫ് ഫോൺ കേസ് കുറയും. ആ രീതിയിലാണ് പറയുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ആ പോയിന്റ്സ് ഓർത്ത് വെക്കുക. പിന്നെ പറയുന്നത് എന്താ? വൈൽ ദ ഗുഡ്സ് ബിറ്റ്വീൻ വിച്ച് ക്രോസ് എലാസിറ്റി ഈസ് പോസിറ്റീവ്ലി കോൾഡ്. പോസിറ്റീവ് ക്രോസ് എലാസിറ്റി വരുന്ന സിറ്റുവേഷൻ ഏതാ? നമ്മളിപ്പോൾ നോക്കിയതാണ് സബ്സ്റ്റിറ്റ്യൂട്ട്. ഓക്കെ ആണോ? അതേപോലെ നെഗറ്റീവ് എന്ന കേസ് കോംപ്ലിമെൻ്ററി. പക്ഷേ ക്രോസ് എലാസിറ്റി ഈസ് നെഗറ്റീവ് ആർ നോട്ട് ഓൾവേസ് കോംപ്ലിമെൻ്ററി. നോട്ട് ചെയ്ത് വെച്ചോ, നെഗറ്റീവ് എന്ന എല്ലാ സിറ്റുവേഷനും കോംപ്ലിമെൻ്ററി ആയിരിക്കണമെന്നില്ല, അതിന് വേറെ റീസൺസ് ഉണ്ടായിരിക്കും. അതും കൂടെ നോട്ട് ചെയ്ത് വെച്ചോ. അതിൻ്റെ മെയിൻ റീസൺ ഇവിടെ പറയുന്നത് ഇൻകം എഫക്റ്റ് ഓഫ് പ്രൈസ് ചേഞ്ച് ഈസ് വെരി സ്ട്രോങ്. അതാണ് ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത്. ഓക്കെ ആണോ? ഇൻകം എഫക്റ്റ് നമ്മൾ നോക്കിയതാണ് ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റിൽ. അതേപോലെ ഇൻകം എഫക്റ്റ് പോലെ തന്നെ വേറെ കുറേ റീസൺസ് ഉണ്ട്. ഇത് ടെക്സ്റ്റിലൊന്നും പറയുന്നില്ല, ഇവർ മെൻഷൻ ചെയ്തിട്ടില്ല. ഇവർ മെയിനായിട്ട് പറയുന്നത് ഇൻകം എഫക്റ്റ് ഓഫ് പ്രൈസ് ചേഞ്ച് ഈസ് വെരി സ്ട്രോങ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഒരു സിറ്റുവേഷൻ പറയുവാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ഉണ്ട്, 2 ഗുഡ്സ്, ടീ, കോഫി. സാധാരണ നമ്മൾ ടീയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു, അപ്പോൾ എന്ത് ചെയ്യും? കോഫിയുടെ ഡിമാൻഡല്ലേ കൂടുകയുള്ളൂ. ടീയുടെ പ്രൈസ് കൂടിയപ്പോൾ ആരും ഈ ടീ കൺസ്യൂം ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? യൂഷ്വലി എന്ത് ചെയ്യണം? കോഫിയല്ലേ കൺസ്യൂം ചെയ്യേണ്ടത്. പക്ഷേ കോഫിയുടെ ഡിമാൻഡ് കൂടണ്ടേ? പക്ഷേ ഇവരെന്നാ ചെയ്തേ?
ഈ ബ്രാൻഡ് ടീ കൺസ്യൂം ചെയ്യുന്നില്ല, അതിന് പകരം വേറെ ബ്രാൻഡിൻ്റെ ടീ കൺസ്യൂം ചെയ്യാൻ തുടങ്ങി. അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ എങ്ങനെയാണ് ഇവിടെ നെഗറ്റീവ്? ഇത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് ആണ് വരേണ്ടത്, പക്ഷേ ഇത് കോംപ്ലിമെൻ്ററി അല്ലല്ലോ. പക്ഷേ ആ സിറ്റുവേഷനിൽ വേറെ ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. അതാണ് പറഞ്ഞത്, ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു എക്സാമ്പിളിന് മാത്രമാണ് ഞാൻ പറഞ്ഞത്, ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല. നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കേസ് എന്താണെന്ന് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ ആണോ? പിന്നെ ക്രോസ് എലാസിറ്റിയുടെ കേസ്, ഈ ക്രോസ് എലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് വെച്ചാൽ ഡിസിഷൻ മേക്കിംഗ് ഡിസിഷൻ റിഗാർഡിംഗ് ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് വിച്ച് സബ്സ്റ്റിറ്റ്യൂട്ടിവിറ്റി ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് കോംപ്ലിമെന്റ്സ്. ഒരു പ്രോപ്പറായിട്ട് ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഈ ക്രോസ് എലാസിറ്റി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതാണ് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ഈസ് ഗ്രേറ്റർ ദാൻ 1. ഇവിടെ എന്താ പറയുന്നത്? ക്രോസ് എലാസിറ്റിയിൽ ചേഞ്ച് ഇൻ ദ പ്രൈസിൽ സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ കേസിൽ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഫേം മേ ലോസ് ഇൻക്രീസ് ഇൻ പ്രൈസസ് ഗെയിൻ ബൈ റെഡ്യൂസിങ്. ഇതിൽ പറയുന്നത് ഒരു ഫേമിൽ ഈ ക്രോസ് എലാസിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് യൂസ് എന്താ നമ്മൾ നോക്കിയതാണ് മേക്കിംഗ് ഡിസിഷൻ. പക്ഷെ അത് എങ്ങനെ, ഏത് രീതിയിലാണ് ഡിസിഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഡിസിഷൻ എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെ നമ്മുടെ കേസ് അറിയാലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന് എങ്ങനെയാണ്? ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇപ്പം ടീയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു, കോഫിയുടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പം ടീ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു കമ്പനി ടീ പ്രൊഡ്യൂസ് ചെയ്യുക, ഓക്കെ അല്ലേ, ഒരു ഫാം. അപ്പം അവരെന്ത് ചെയ്യും? പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടി അവർ ടീയുടെ ഇത് കൂട്ടുമോ? ഇനി ടീയുടെ പ്രൈസ് കൂട്ടി അവർക്കറിയാം, എല്ലാവരും കോഫിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്, എ ഫേം മേ ലോസ് ബൈ ഇൻക്രീസിങ് ദ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത് വഴി അവർക്ക് ലോസ് ഉണ്ടാകും. ഗെയിൻ എപ്പോഴാണ് ഗെയിൻ കിട്ടുന്നത്? പ്രൈസ് കുറയ്ക്കുമ്പോൾ. ഇപ്പോൾ ടീയുടെ പ്രൈസ് ഇവർ കുറച്ചപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും? കോഫി കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നവരും ടീയിലേക്ക് വരും. ഓക്കെ ആണോ? ഇതാണ് പറയുന്നത്. ഇത് ജസ്റ്റ് ഒരു ഇതായിട്ട് പറയുന്നുണ്ട്. ഇത് നിങ്ങൾ മെയിനായിട്ട് നമ്മൾ ആ ഡയഗ്രാം മാത്രം നോക്കിയാൽ മതി. ഈ ഡയഗ്രത്തിൻ്റെ കേസും ഈ പാരഗ്രാഫും ഇത് നോക്കിയാൽ മതി. ഇത് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ക്രോസ് എലാസിറ്റി ആയിരിക്കും, ഇൻഫിനിറ്റ് ആയിരിക്കും. അതേപോലെ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ പോസിറ്റീവ് ലാർജ് ആയിരിക്കും. ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, അതും ഓർക്കണം. ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിലും പോസിറ്റീവ് ആയിരിക്കും. ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും പക്ഷെ ലാർജ് ആയിരിക്കും. ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും പക്ഷെ സ്മോൾ ആയിരിക്കും. അതേപോലെ ടോട്ടലി അൺറിലേറ്റഡിൻ്റെ കേസിൽ 0 ആയിരിക്കും. ഓക്കെ അല്ലേ? പിന്നെ ഇതിൽ പറയുന്നത് മെയിനായിട്ട് ഷിഫ്റ്റിൻ്റെ കേസ്. ഇത് ഏതാ? കോംപ്ലിമെൻ്ററി ഗുഡ്സിൽ എങ്ങനെയാണ് വന്നത്? ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ആയിരിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെ കേസിൽ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആയിരിക്കും. അത്ര ഓർത്താൽ മതി. ഈ കേസിൽ പറയുന്നത് ജസ്റ്റ് ഈ മെയിനായിട്ട് ഒരു ഐഡിയക്ക് മാത്രമാണ്, ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും നോക്കണ്ട. ഓക്കെ ആണോ? ഞാൻ പറഞ്ഞ എക്സാമ്പിൾസ് ജസ്റ്റ് ഒരു മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത്. വേറെ ഈ നെഗറ്റീവിൻ്റെ കേസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് പറഞ്ഞത്, അത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കണ്ട. ഓക്കെ അല്ലേ? അടുത്ത് നമ്മൾ ഇല്ലസ്ട്രേഷൻ 9 നോക്കാം. ഇല്ലസ്ട്രേഷൻ, അതിന് മുമ്പുള്ള ഇല്ലസ്ട്രേഷൻസ് ഈസിയാണ്. ഇല്ലസ്ട്രേഷൻ 9 ഈ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിലെന്താ പറഞ്ഞേക്കണം നോക്കാം. പ്രൈസ് ഓഫ് 1 kg ഓഫ് ടീ ഈസ് 30 rupees. 1 kg ടീക്ക് 30 rupees ആണ്. സോ ഇതിൽ പറഞ്ഞേക്കുന്നത് ഫസ്റ്റ് എന്താ പറഞ്ഞേക്കണം നോക്കാം. ഇതിൽ കുറച്ച് പ്രൈസും രണ്ട് ഡിമാൻഡ് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. ഇതിന് മുമ്പുള്ള പ്രൈസ് എലാസിറ്റി തൊട്ടുള്ള പ്രോബ്ലം പോലെ തന്നെയാണ് ഇതും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രൈസ് നോക്കാം. ഇനീഷ്യൽ പ്രൈസ് ഫസ്റ്റ് 25 rupees ആയിരുന്നു, അത് 35ലേക്ക് ഇൻക്രീസ് ചെയ്തു. അറ്റ് ദിസ് പ്രൈസ് 5 kg ഓഫ് ടീ ഈസ് ഡിമാൻഡഡ്. എത്ര കെ ജിയാണ്? 5 kg ആണ് ഡിമാൻഡ് ചെയ്തത്. പ്രൈസ് ഓഫ് എ കോഫി പ്രൈസസ് ഫ്രം 25 to 35. ഓക്കെ അല്ലേ? പ്രൈസ് ഇൻക്രീസ് ചെയ്തു. ഇവിടെ പറഞ്ഞേക്കുന്നത് ഫസ്റ്റ് പ്രൈസ് ഓഫ് 1 kg ഓഫ് ടീ 30 ആണ്. അറ്റ് ദിസ് പ്രൈസ് 5 kg ഓഫ് ടീ ഈസ് ഡിമാൻഡഡ്. 5 kg ആണ് ടീയുടെ ഡിമാൻഡ്. 30 രൂപയ്ക്ക് 1 കിലോ ആണെങ്കിൽ 5 കിലോ വരെ ഡിമാൻഡ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ഓഫ് കോഫി എങ്ങനെ ഇരിക്കും? 25 to 35 rupeesലേക്ക് ഇൻക്രീസ് ചെയ്തു, പ്രൈസ് ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിലോ ടീ റൈസസ് ഫ്രം 5 kg to 8 kg. ടീയുടെ ഡിമാൻഡ് കൂടുമല്ലോ യൂഷ്വലി. പ്രൈസ് ഓഫ് കോഫി, ഇത് ഡീറ്റെയിൽ ആയിട്ട് ഓർത്ത് വെക്കുക. പ്രൈസ് ഓഫ് കോഫിയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പ്രൈസ് ഓഫ് കോഫിയുടെ പ്രൈസ് ആണ് പറയുന്നത്. ഇവിടെയോ? ഇവിടെ പറയുന്നത് ടീ. ഇവിടെ ടീയുടെ കേസാണ് പറയുന്നത്. ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ടീ 5 kg to 8 kg. ഇവിടെ പ്രൈസ് ഓഫ് കോഫിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോൾ ടീയുടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു. ഓക്കെ അല്ലേ? ഇതിൻ്റെ ക്രോസ് എലാസിറ്റി ഓഫ് ഡിമാൻഡാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് നമ്മൾ. അതിനാണ് ഇക്വേഷൻ പറഞ്ഞത്. നമ്മളിത് ഓൾറെഡി ചെയ്ത ഇക്വേഷൻ പോലെ തന്നെയാണ് ഇവിടെ നമ്മൾ നോക്കാം. ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ദ പ്രൈസ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താ ഫസ്റ്റ് ചേഞ്ച് എത്രയാണ്? ഫസ്റ്റ് നമ്മൾ 5 kgയിലിരുന്ന് 8 kgയിലേക്ക് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ടീ ഇൻക്രീസ് ചെയ്തില്ലേ? അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് 8 - 5 ക്വാണ്ടിറ്റി ഡിമാൻഡ് ഉണ്ടാകുന്ന ചേഞ്ച്. ഓക്കെ അല്ലേ? ഇൻക്രീസ് ചെയ്തിട്ടില്ലേ? അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത് 8 - 5. അതാണ് ഇവിടെ 3. ഓക്കെ അല്ലേ? ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ദ പ്രൈസ്. ഫസ്റ്റ് നമ്മളിവിടെ നോക്കിയത് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ദ പ്രൈസ്.
ചേഞ്ച് ഇൻ ദ പ്രൈസ് എത്രയാണ് 25 35. അത് രണ്ട് മൈനസ് ചെയ്യുവാണെങ്കിൽ പ്രൈസ് കൂടിയില്ല, ഇൻക്രീസ് ചെയ്തില്ലേ, അതാണ് 10. ഓക്കെ അല്ലേ? ഇൻറ്റു മൾട്ടിപ്ലൈ ബൈ പ്രൈസ് ഓഫ് വൈ. ഈ പ്രൈസ് ഓഫ് വൈ എന്ന് വെച്ചാൽ എന്താ? പ്രൈസ് ഓഫ് വൈ എന്ന് വെച്ചാൽ നമ്മൾ ഇനീഷ്യൽ പ്രൈസിലെ 25 അതാണ് പറഞ്ഞിരിക്കുന്നത്. 25 ഡിവൈഡഡ് ബൈ ക്യൂ. ക്വാണ്ടിറ്റി എത്രയായിരുന്നു? ഇനിഷ്യൽ ക്വാണ്ടിറ്റി എത്രയായിരുന്നു? 5 kg. അതാണ് 5 എന്ന് പറയുന്നത്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 1.5 കിട്ടും, പ്ലസ് 1.5 കിട്ടും. അതായത് ഈ എലാസിറ്റി ഓഫ് ഡിമാൻഡ് ഓഫ് ടി പ്ലസ് 1.5 ഷോ ഡിമാൻഡ് ഓഫ് എ ടി ഈസ് ഹൈ ഇലാസ്റ്റിക്. ടീയുടെ ഡിമാൻഡ് എങ്ങനെയായിരിക്കും? ഹൈ ഇലാസ്റ്റിക് ആണ്. ഹൈ ഇലാസ്റ്റിക് എന്ന് വെച്ചാൽ ഇതിൽ എന്താ മെയിൻ ആയിട്ട് പറയുന്നത്? പോസിറ്റീവ് സൈൻ ആണ് തന്നിരിക്കുന്നത്, പോസിറ്റീവ് ആണ്. അതേപോലെ ഹൈ ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്. പോസിറ്റീവ് ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ആണ്. മെയിനായിട്ട് ഓർത്തുക, പോസിറ്റീവ് ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ആണ്. അതേപോലെ ഈ ഹൈയുടെ കേസിൽ നമ്മൾ ഒരു കേസ് നോക്കിയതായിരുന്നു. എന്താ നോക്കിയത്? ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ കേസിൽ പോസിറ്റീവ് ആൻഡ് ലാർജ് ആയിരിക്കും. ഓക്കെ അല്ല, അത് മറക്കരുത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് നമ്മൾ പറഞ്ഞില്ലേ, ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ കേസിൽ ടീ കോഫിയൊക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഒന്നുമില്ല, ഇതിൽ ജസ്റ്റ് ആ ഇക്വേഷൻ മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ അല്ലേ? ഈ ഇക്വേഷനാണ് ഫസ്റ്റ് തന്നിരുന്നത്. ഇത് മൾട്ടിപ്ലൈ ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടും. ഇതാണ് പ്ലസ് 1.5 ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ കേസിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത പോർഷനിലേക്ക് പോവാം. അടുത്ത് നമ്മൾ നോക്കുന്നതാണ് അഡ്വർടൈസ്മെൻറ്റ് എലാസ്റ്റിസിറ്റി. സോ ഫസ്റ്റ് യൂണിറ്റിൻ്റെ ലാസ്റ്റ് ഒരു പോർഷനാണ് അഡ്വർടൈസ്മെൻറ്റ് എലാസ്റ്റിസിറ്റി. ഇത് നമ്മളിപ്പോൾ നോക്കിയ എലാസ്റ്റിറ്റി പോലെ തന്നെയാണ്, ചെറിയ വ്യത്യാസമുള്ളൂ. അഡ്വർടൈസ്മെൻറ്റ് എലാസ്റ്റിസിറ്റി എന്ന് വെച്ചാൽ എന്താ? സെയിൽ ഓർ പ്രൊമോഷണൽ എലാസ്റ്റിസിറ്റി. ഇതും നോട്ട് ചെയ്ത് വെച്ചോ. അഡ്വർടൈസ്മെൻറ്റ് എലാസ്റ്റിറ്റീനെ ഓപ്ഷനിൽ മേ ബി തരാം. സെയിൽസ് എലാസ്റ്റിറ്റി, പ്രൊമോഷണൽ എലാസ്റ്റിറ്റി, അഡ്വർടൈസ്മെൻറ്റ് എലാസ്റ്റിറ്റി. ഇതിൽ ഓഡ് വൺ ഏതാ, അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് മേ ബി വരാം. അതുകൊണ്ട് സെയിൽ ഓർ പ്രൊമോഷണൽ എലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്, അതിന് വേറൊരു പേരുണ്ട്. is the responsiveness of a good demand to change in the firm spending on advertisement. ഒരു ഫേം ഉണ്ട്, ആ ഫേമിൽ ഒരു പ്രോഡക്റ്റ് അവർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിനെ സെയിൽസ് ഇച്ചിരി കൂടെ എല്ലാവർക്കും മനസ്സിലാകാൻ രീതിയിൽ, അല്ലെങ്കിൽ എല്ലാവർക്കും പിന്നെ അഡ്വർടൈസ് ചെയ്യാൻ വേണ്ടി തന്നെ ചെയ്യുന്ന സ്പെൻഡിങ്ങിൽ, ആ അഡ്വർടൈസ്മെൻറ്റ് യൂസ് ചെയ്യുന്ന സ്പെൻഡിങ് ഒരു ഗുഡിൻ്റെ ഡിമാൻഡിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും? ഓക്കെ ആണോ? ഫോർ എക്സാമ്പിൾ എക്സ് എന്നൊരു പ്രോഡക്റ്റ് ഉണ്ട്. ഈ എക്സ് എന്ന പ്രോഡക്റ്റിനെ എല്ലാവർക്കും അഡ്വർടൈസ് ചെയ്യാൻ വേണ്ടി ഒരു എമൗണ്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ആ അഡ്വർടൈസ്മെൻറ്റ് ഈ ഗുഡിനെ എങ്ങനെ ഏത് രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ അല്ലേ? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ്. ഓക്കെ, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. ഇതിൽ മെയിനായിട്ട് വേറെ ഒന്നും പറയുന്നില്ല. അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ഏത് രീതിയിൽ അഫക്റ്റ് ചെയ്യും. ഈ അഡ്വർടൈസ്മെൻറ്റ് എലാസ്റ്റിസിറ്റി യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്നാ? എഫക്റ്റീവ്നെസ് ഓഫ് ആൻ അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ ആൻഡ് ബ്രിങ്ങിങ് അബൌട്ട് ന്യൂ സെയിൽസ്. പുതിയ സെയിൽസിന് ഹെൽപ്പ് ചെയ്യും. ഓക്കെ അല്ലേ? കാരണം എന്നാ, നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും കൂടുതലായിട്ടുള്ള പീപ്പിൾ അത് വാച്ച് ചെയ്യും. അതുകൊണ്ട് മേ ബി കൺസംഷൻ, അവർക്ക് കൺസ്യൂം ചെയ്യാനുള്ള ഇൻറ്റൻഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവർ കൺസ്യൂം ചെയ്യും. ഇത് അഡ്വർടൈസ്മെൻറ്റ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഇക്വലി പോസിറ്റീവ്. പിന്നെ പറയുന്ന കേസ് അഡ്വർടൈസ്മെൻറ്റ് എലാസ്റ്റിസിറ്റി വേരീസ് ബിറ്റ്വീൻ 0 and ഇൻഫിനിറ്റി. ഇത് ഓർത്ത് വെക്കണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അഡ്വർടൈസ്മെൻറ്റ് എലാസ്റ്റിസിറ്റി 0 ഇൻഫിനിറ്റി, ഇത് മെയിനായിട്ട് ഓർത്ത് വെച്ചോ. ബിറ്റ്വീൻ ആണ് 0 ഇൻഫിനിറ്റി, ബിറ്റ്വീൻ 0 ഇൻഫിനിറ്റി. ഓക്കെ അല്ലേ? ഇറ്റ് ഈസ് മെഷേർഡ് ബൈ യൂസിങ് ഫോർമുല. ഏത് ഫോർമുല? ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ദ സ്പെൻഡിങ് ഓൺ അഡ്വർടൈസ്മെൻറ്റ്. ആ ഫോർമുല മാത്തമാറ്റിക്കൽ രീതിയിൽ ഡിഫറൻ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. ഇത് ഡിവൈഡർ ആണ്, നമ്മൾ വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. ഓക്കെ അല്ലേ? ഇതിൻ്റെ താഴെ പറഞ്ഞേക്കുന്നത് ഇത് ഓർത്ത് വെച്ചോ. ഈ കോളം എലാസ്റ്റിസിറ്റി 0 ആണെങ്കിൽ എന്ത് ചെയ്യണം? ഡസ് നോട്ട് റെസ്പോണ്ട്. നമ്മൾ ഫസ്റ്റ് നോക്കിയില്ല, അൺറിലേറ്റഡ്, ഡസ് നോട്ട് റെസ്പോണ്ട്. ഗ്രേറ്റർ ദാൻ 0 ലെസ് ദാൻ 1. ഗ്രേറ്റർ ദാൻ 0 ലെസ് ദാൻ 1 ആണെങ്കിൽ ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ്. ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഈസ് ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ടു ദ ഇൻക്രീസ് ഇൻ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. ഇത് നമ്മൾ എങ്ങനെയാണ് പറയണമെന്ന് വെച്ചാൽ, അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിന് നമ്മുടെ ഇൻകത്തിൻ്റെ ഒരു 40%, ഇൻകത്തിൻ്റെ ഒരു 40% യൂസ് ചെയ്തു. പക്ഷേ ഡിമാൻഡ് ഒരു 25% ഇൻക്രീസ് ചെയ്തുള്ളൂ. അതാണ് ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ്. അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിന് കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്തിട്ടും നമ്മുടെ ഡിമാൻഡ് അത്രയും കൂടിയില്ല, അത്രേ ഉള്ളൂ. ഈ 1 എന്ന് വെച്ചാൽ എന്താ? നമ്മൾ 1 ഓൾറെഡി ഇൻകം എലാസ്റ്റിസിറ്റിയിൽ നോക്കിയതാണ്. ഇതേ സിറ്റുവേഷനാണ്. ഡിമാൻഡ് ഇൻക്രീസ് സെയിം ഈക്വൽ ടു അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ്. അഡ്വർടൈസ്മെൻറ്റ് ഇൻക്രീസ് എക്സ്പെൻഡിച്ചർ നമ്മൾ ഫോർ എക്സാമ്പിൾ 20% അഡ്വർടൈസ്മെൻറ്റിന് സ്പെൻഡ് ചെയ്തു. ഡിമാൻഡ് എത്ര പെർസെൻറ്റേജ് കൂടി? 20% കൂടി. ഇത് 40% അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ ഡിമാൻഡ് 40% തന്നെ കൂടുവാണെങ്കിൽ അത് സെയിം പ്രൊപ്പോർഷൻ 1. ഓക്കെ അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സിറ്റുവേഷനാ ഹയർ റേറ്റ്. ഡിമാൻഡ് ഇൻക്രീസ് ഇൻ ഹയർ റേറ്റ് ദാൻ ഇൻക്രീസ് ഇൻ ദ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ.
അതായത് അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ 20% ചിലവ് ചെയ്യുവാണെങ്കിൽ ഡിമാൻഡ് 30% ഇൻക്രീസ് ചെയ്തു. അങ്ങനത്തെ സിറ്റുവേഷൻ ഇല്ലേ, അതാണ് പറയുന്നത്. ഇത് മെയിനായിട്ട് ഓർത്ത് വെച്ചോ. ഈ ടേബിൾ ജസ്റ്റ് ഒരു ഇൻഫർമേഷന് മെയിനായിട്ട് ഓർത്ത് വെച്ചോ. ഇത് മനസ്സിലാക്കിയാൽ മതി. മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടുമെന്ന് വെച്ചാലും. പിന്നെ എന്നാ പറയുന്നത്, അണ്ടർസ്റ്റാൻഡിങ് ദ എഫക്റ്റീവ്നെസ് ഓഫ് അഡ്വർടൈസിങ്. നമ്മൾ ഇത് അഡ്വർടൈസ്മെൻറ്റ് എലാസിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മൾ ഫസ്റ്റ് നോക്കിയ പോലെ യൂസ്ഫുൾ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ എഫക്റ്റീവ്നെസ് ഓഫ് അഡ്വർടൈസിങ്. പിന്നെ എന്താ പറയുന്നത്, ഡിറ്റർമൈൻ ഇൻ ദ ഒപ്റ്റിമം ലെവൽ ഓഫ് അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിനെ പ്രോപ്പറായിട്ട് ഒരു ഡിറ്റർമൈൻ ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതാണ് പറയുന്നത് മെയിനായിട്ട്. ഈ അഡ്വർടൈസ്മെൻറ്റ് എലാസിറ്റിയിൽ മെയിനായിട്ട് പറയുന്ന കാര്യം എന്താ, ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ആ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് ചേഞ്ച് ചെയ്യുന്നത് വഴി ആ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് എത്രത്തോളം ചേഞ്ച് ചെയ്യും. ഓക്കെ അല്ലേ, ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് മെയിനായിട്ട് ഇതിൽ പറയുന്നത്. ഓക്കെ അല്ലേ. അടുത്ത വീഡിയോയിൽ യൂണിറ്റ് 2 തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ അത് നമ്മൾ നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചേഞ്ച് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ.